ഹലോ, അസ്സലാമലൈക്കും. ആഫ്റ്റർ എ ലോങ് ബ്രേക്ക് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ടിപ്സ് ആയിട്ടാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആണ്. അപ്പം നമുക്കിത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ കുക്കിങ്ങിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് സവാള. ഈ സവാള തൊലി കളഞ്ഞിട്ട് അത് നമ്മൾ പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ കൗണ്ടർ ടോപ്പ് അതുപോലെ ചിലപ്പോൾ ഫ്ലോറിലേക്കൊക്കെ പരക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യത്തെ ടിപ്പ് എന്താന്ന് വെച്ചാല്, നമ്മൾ സവാളയുടെ തൊലി കളയുന്നതിന് മുമ്പ് നമ്മൾ ഇതുപോലെ കട്ടിംഗ് ബോർഡിന്റെ താഴെയായിട്ട് ഇങ്ങനെ ഒരു കവർ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ ചെയ്തതിനു ശേഷം നമ്മൾ സവാളയുടെ തൊലി കളഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈ കവറിലേക്ക് ആ തൊലി ഇട്ടാൽ മതി. അപ്പൊ കൗണ്ടർ ടോപ്പിലേക്ക് അതേപോലെ വേറെ എവിടേക്കും പരക്കാതെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് വേസ്റ്റ് ബിന്നിലേക്ക് ഇത് ഇടാൻ പറ്റും. ഒരുപാട് സവാളയ്ക്ക് തൊലി കളയാനുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആണ്. ഇനിയിപ്പോ നോമ്പൊക്കെയല്ല, അപ്പൊ എന്തായാലും സവാള നമുക്ക് ആവശ്യമാവും. അപ്പൊ ഇങ്ങനെ ചെയ്തു നോക്കുക. അപ്പൊ നമുക്ക് കുറച്ച് ടൈമൊക്കെ ലാഭിക്കാനും പറ്റും. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. നമുക്കറിയാം, നമ്മൾ ഈ സവാള തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ കൈ മുഴുവനായിട്ട് ആ ഒരു സവാളയുടെ സ്മെല്ലായിരിക്കും. ഈ സവാളയുടെ സ്മെല്ല് നമ്മളെ കയ്യിൽ നിന്ന് പെട്ടെന്ന് പോവാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് ഇനി ഞാൻ പറയാൻ പോണേ. നമ്മുടെ കിച്ചണിൽ ഇല്ലൊരു ഇൻഗ്രീഡിയന്റ് വെച്ചിട്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു സ്മെല്ല് കളയാൻ പറ്റും. ചിലർക്കൊക്കെ ഇത് അറിയുന്ന ടിപ്പായിരിക്കും, പക്ഷെ ഇത് അറിയാത്തവരും ഉണ്ടാവും. അപ്പൊ അറിയാത്തവർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. കുറച്ച് ഉപ്പ് എടുത്തിട്ട് ഇതുപോലെ നമ്മളെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ നമ്മൾ കൈ മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ സവാളയുടെ സ്മെല്ല് പോവുക മാത്രമല്ല, നമ്മളെ കൈ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. നല്ല പോലെ ഇങ്ങനെ നിന്ന് എല്ലാ ഭാഗവും ഒന്ന് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ. നല്ല പോലെ ഒന്ന് സ്ക്രബ് ചെയ്തതിനു ശേഷം വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിനു ശേഷം നമ്മൾ കൈ ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും സവാളയുടെ സ്മെല്ലൊക്കെ പോയിട്ടുണ്ടാവും. അതുപോലെ നമ്മൾ കൈ നല്ല ക്ലീൻ ആയിട്ടുണ്ടാവും, നല്ല സോഫ്റ്റും ആയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല എഫക്റ്റീവ് ടിപ്പാണ്. ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താന്ന് നോക്കാം. ഈ ചിക്കന്റെയും മട്ടന്റെയും ഒക്കെ ബ്ലഡ് അതുപോലെ തന്നെ അതിന്റെ ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ നമ്മൾ എത്ര വാഷ് ചെയ്താലും പോയി കിട്ടാൻ കുറച്ച് പണിയാണ്. ഒന്ന് കഴുകിയ ഈ ഒരു ചിക്കനിലേക്ക് ഞാനിതാ ഒരു 2 ടേബിൾ സ്പൂണോളം നമ്മളെ ദോശമാവാണ് ചേർത്ത് കൊടുക്കണേ. ഈ ദോശമാവ് ഒന്ന് ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്തൊരു 5 മിനിറ്റ് വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് വാഷ് ചെയ്താല് നമ്മൾ ഈ ഒരു ചിക്കൻ ആയാലും മട്ടൻ ആയാലും ഒക്കെ അതിന്റെ സ്മെല്ല് അതുപോലെ തന്നെ ബ്ലഡിന്റെ ആ ഒരു ഇതൊക്കെ പോയി കിട്ടും. ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ടിപ്പാണ്. കാരണം നമുക്കറിയാം, നമ്മൾ എത്ര വാഷ് ചെയ്താലും ഈ പറഞ്ഞ മാതിരി ഈ ചിക്കന്റെയും മട്ടന്റെയും ഒക്കെ ആ ഒരു സ്മെല്ല് ആ ഒരു ബ്ലഡിന്റെ ഇതൊക്കെ പോയി കിട്ടാൻ നല്ല പാടാണ്. അപ്പൊ അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം. ഈ കുട്ടികള് ലാപ്ടോപ്പ് യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ കീബോർഡൊക്കെ ഒരു വിധമായിട്ടുണ്ടാവും. പലതും അതിമ ഒട്ടിപ്പിടിക്കുക, കച്ചറൊക്കെ ആക്കിയിട്ടുണ്ടാവും. ഇത് നമുക്ക് ഇങ്ങനെ വളരെ പെട്ടെന്ന് ക്ലീൻ ആക്കാന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു സെല്ലോ ടാപ്പാണ് എടുത്തിട്ടുള്ളത്. ഈ സെല്ലോ ടാപ്പ് എടുത്തിട്ട് ഈ നമ്മുടെ കയ്യിലെ വിരലിലേക്ക് ഇങ്ങനെ ചുറ്റി കൊടുക്കുക. സെല്ലോ ടാപ്പിന്റെ ഒട്ടിക്കുന്ന ഭാഗം പുറത്തേക്കായിട്ട് വേണം കേട്ടോ ചുറ്റാന്. അതിനുശേഷം നമ്മളെ ഇങ്ങനെ ചുറ്റിയ ഈ വിരലുകൊണ്ട് നമ്മളെ ലാപ്ടോപ്പ് എല്ലാ ഭാഗവും ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ലാപ്പിൽ ഉണ്ടായിരുന്ന എല്ലാ വേസ്റ്റും
നമ്മൾ ഈ ഒരു സെല്ലോ ടാപ്പിലേക്ക് ഒട്ടിപ്പിടിക്കും. അത് മാത്രമല്ല, നമ്മൾ കീബോർഡിലെ കീസിന്റെ ഇടയിലുള്ള പൊടിയും കാര്യങ്ങളും അതുപോലെ തന്നെ കീബോർഡിലുള്ള മുഴുവനായിട്ടുള്ള പൊടിയും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഈ സെല്ലോ ടാപ്പിൽ ഒട്ടിപ്പിടിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ലാപ്ടോപ്പിന്റെ കീബോർഡ് വളരെ എളുപ്പത്തിൽ വൃത്തിയായിട്ട് ക്ലീൻ ആക്കാൻ പറ്റും. അപ്പൊ നെക്സ്റ്റ് ടിപ്പ് എന്താന്ന് നോക്കാം. ലെമൺ ഇതാ ഇതുപോലെ നല്ല പച്ചയാണെങ്കിൽ നമുക്കിത് സ്ക്വീസ് ചെയ്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാവും. ഇങ്ങനെയുള്ള ലെമൺ പിഴിഞ്ഞെടുക്കാനുള്ള ഒരു സൂത്രപ്പണി എന്താന്ന് വെച്ചാൽ, നല്ല തിളച്ച വെള്ളം ഇതാ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ലെമൺ അതിലേക്ക് ഇട്ടൊരു കുറച്ച് സെക്കൻഡ്സ് ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് എടുക്കാം. കൂടുതൽ നേരം ഈ ബോയിൽ ചെയ്ത വെള്ളത്തിൽ ഇട്ട് വെക്കരുത്. എന്നിട്ട് ഇത് എടുത്തിട്ട് പിഴിയുമ്പോൾ വളരെ എളുപ്പത്തിൽ പിഴിയാൻ പറ്റും. അതുപോലെ നല്ലപോലെ ജ്യൂസും കിട്ടും. നമ്മൾ സ്ക്യൂസ് ചെയ്ത് കഴിഞ്ഞ ഈ ലെമൺ കളയണ്ട. അത് വെച്ചിട്ടാണ് നമ്മളെ നെക്സ്റ്റ് ടിപ്പ്. ഇതാ കണ്ടില്ലേ, നമ്മൾ ഈ ഒരു ലെമണിൽ നിന്ന് മുഴുവൻ ജ്യൂസും സ്ക്യൂസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലെമൺ ഒന്ന് കട്ട് ചെയ്യാം. ഒരു 4 പീസ് വരുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ 4 പീസ് എടുത്തിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു ബൗളിലേക്ക് ഇടുക. എന്നിട്ട് ഈ ലെമണിന്റെ മുകളിലേക്കായിട്ട് നമുക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ചേർത്തതിന് ശേഷം ഈ ബൗൾ എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രിഡ്ജിലുള്ള ബാഡ് സ്മെല്ലൊക്കെ ഇത് വലിച്ചെടുക്കും. അപ്പൊ നമ്മുടെ ഫ്രിഡ്ജ് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലേക്ക് പോവാം. നമ്മുടെ ഫോണിൽ ഈ ഫിംഗർ പ്രിന്റ്സും അതുപോലെ തന്നെ നമ്മൾ കിച്ചണിൽ കുക്കിങ്ങിന്റെ ടൈമിലൊക്കെ എന്തിനെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ മസാലയുടെ പൊടിയും അതുപോലെ ഇതൊക്കെ പറ്റാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ ഫോൺ ക്ലീൻ ആക്കാൻ ഉപയോഗിക്കുന്നത് പേസ്റ്റ് ആണ്. പേസ്റ്റ് ഇതാ ഇതുപോലെ നമ്മൾ ഫോണിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലൊരു ക്ലോത്ത് എടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും ഈ പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് നന്നായിട്ട് തുടച്ചു കൊടുക്കുക. നമ്മളെ ക്യാമറയുടെ ഭാഗവും എല്ലാ ഭാഗത്തും ആക്കിയിട്ട് നല്ല പോലെ ഒന്ന് ക്ലീൻ ആക്കി മുഴുവനായിട്ട് തുടക്കണം. ഇപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലെ ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമ്മൾ ഫോൺ ഇതാ പുത്തൻ ഫോൺ ആക്കി എടുക്കാൻ പറ്റും. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ടിപ്സ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു. അപ്പൊ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും ഷെയറൊക്കെ ചെയ്തൊന്ന് ഹെൽപ്പ് ചെയ്യുക. അപ്പൊ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.